അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വോളിയം ഓഫ് സ്ഫിയർ ഇൻ റേഡിയസ് ആർ യൂസിങ് ഡ്രൈക്ലെറ്റ്സ് തിയറം. ഡ്രൈക്ലെറ്റ്സ് തിയറം ഉപയോഗിച്ചിട്ട് റേഡിയസ് ആർ ഉള്ളതായ ഒരു സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡ്രൈക്ലെറ്റ്സ് തിയറം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡ്രൈക്ലെറ്റ്സ് തിയറം എന്താണെന്നും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യാനുള്ളതായ കണ്ടീഷനും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡ്രൈക്ലെറ്റ്സ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ്ഡ് ടു എൽ മൈനസ് 1 into y raised to m minus 1 into z raised to n minus 1 dx dy dz is equal to gamma L gamma m into gamma n all divided by gamma L plus m plus n plus 1 എന്നാണ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ x greater than or equal to 0, y greater than or equal to 0, z greater than or equal to 0. അതുപോലെ തന്നെ മെയിൻ x plus y plus z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കണ്ടീഷൻ ഈ ഡ്രൈക്ലെറ്റ്സ് തിയറം ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് വോളിയം ഓഫ് സ്ഫിയർ ഇൻ റേഡിയസ് ആർ എന്നാണ്. നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി 3 ഡയമെൻഷൻ ജോമെട്രിയിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സ്ഫിയറിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സ്ഫിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Equation of sphere is equal to x square plus y square plus z square is equal to radius r അല്ല പറഞ്ഞുള്ളത് r squared എന്നാണ് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ സ്ക്വയറിനെ കൊണ്ട് എല്ലാ ടൈമിനും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. ഈ എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യണോ? എസ് എന്നും വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയറിനെ ടി എന്നും സെഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയറിനെ യു എന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? എസ് പ്ലസ് ടി പ്ലസ് യു ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് കണ്ടീഷൻ നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഡ്രൈക്ലെറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയറിനും വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയറിനും സെഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയറിനും എസ് ടി യു റെസ്പെക്റ്റീവ്ലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? എസ് പ്ലസ് ടി പ്ലസ് യു ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്തായി? സാറ്റിസ്ഫൈഡ് ആയി അല്ലേ. ഇനി അടുത്തതായിട്ട് വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വോളിയം ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു 8 into ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് dx dy dz എന്നാണ്. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് നിർത്തി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ടൈം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കതിന് എന്ത് എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർഡ് എസ് എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കാൻ പറ്റും സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർഡ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ റൂട്ട് ഓഫ് എസ് എന്ന് കിട്ടും അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു ആർ റൂട്ട് ഓഫ് എസ്. ആർ കോൺസ്റ്റന്റ് ആണ്. ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/2 റൂട്ട് ഓഫ് എസ് ഡി എസ് എന്ന് കിട്ടും അല്ലേ. ഡി എക്സ് ബൈ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് എസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡി എക്സ് ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/2 റൂട്ട് ഓഫ് എസ് എന്ന് കിട്ടും. ദെൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/2 റൂട്ട് ഓഫ് എസ് ഇൻറ്റു ഡി എസ് എന്ന് കിട്ടും. അതവിടെ അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റും? വൈ സ്ക്വയേർഡ് ബൈ ആർ സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് വൈ സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കാൻ പറ്റും ആർ സ്ക്വയേർഡ് ടി എന്ന് കൊടുക്കാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് വൈ ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കാൻ പറ്റും ആർ ഇൻറ്റു റൂട്ട് ഓഫ് ടി. വിച്ച് ഇംപ്ലൈസ് ഡി വൈ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/2 റൂട്ട് ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. അതേപോലെ തന്നെ സെഡ് സ്ക്വയേർഡ് ബൈ ആർ സ്ക്വയേർഡിന് എന്ത് കൊടുക്കാൻ പറ്റുന്ന കൊടുത്തിട്ടുണ്ട്? നമ്മൾ യു എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. യു ഇംപ്ലൈസ് സെഡ് സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയേർഡ് യു. വിച്ച് ഇംപ്ലൈസ് സെഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് ഓഫ് യു വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ഡി സെഡ് അല്ലേ. ഡി സെഡ് ഇസ് ഈക്വൽ എന്ത് കിട്ടും? ഡി സെഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/2 റൂട്ട് ഓഫ് സെഡ് 1/2 യു അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ 1/2 റൂട്ട് ഓഫ് യു ഡി യു എന്ന് കിട്ടും. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്ലസ് 2 പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ അല്ലേ. പ്ലസ് 1 പഠിച്ചിട്ടുള്ളതാണ് ബേസിക് ഡിഫറൻഷിയേഷൻ. ദെൻ ഈ ഡി എക്സ് ഡി വൈ ഡി സെഡിൻ്റെ വാല്യൂ കിട്ടി. ഈ ഡി എക്സ് ഡി വൈ ഡി സെഡിനെ ഞാൻ എന്ത് ചെയ്യണോ? ഈ ഇക്വേഷൻ നമ്പർ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 8 into ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് മുതൽ എന്താ കിട്ടുക? ആർ ബൈ 2 റൂട്ട് ഓഫ് എസ് ഡി എസ് ഇൻറ്റു ആർ ബൈ 2 root of t dt into r by 2 root of u du എന്ന് കിട്ടും അല്ലേ. അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്തെങ്കിലും ആർ ഇൻറ്റു ആർ ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. ഞാൻ അത് പുറത്തേക്ക് എടുക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു 8 into r ക്യൂബ് ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ്
1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 അതും കോൺസ്റ്റന്റ് ആണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 മീൻസ് 2 ക്യൂബ്. അപ്പോൾ 1/2 ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 എന്ന് കിട്ടും അല്ലേ. ബാക്കി എന്താ വരിക 1/√ ഓഫ് ds 1/√ ഓഫ് s ds എന്നാണ്. 1/√ ഓഫ് s എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് s റൈസ് ടു -1/2 ആണ്. അതേപോലെ തന്നെ റൂട്ട് ഓഫ് ടി 1/√ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും t റൈസ് ടു -1/2 എന്നാണ്. ബാക്കി 1/√ ഓഫ് u എന്ന് പറഞ്ഞാൽ എന്താണ് u റൈസ് ടു -1/2 എന്നാണ്. പിന്നെ ബാക്കി എന്താ ഉള്ളത് ds ഇൻറ്റു dt ഇൻറ്റു du എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ds dt du എന്ന് കിട്ടും. ഇതിപ്പോൾ എന്ത് ഫോമായി ഈ ഫോമിൽ ആക്കിയിട്ടില്ല. ഏത് ട്രൈക്ലെക്സ് ഇന്റഗ്രലിന്റെ തീരത്തിന്റെ ഫോമിൽ ആക്കിയിട്ടില്ല. ഞാൻ അതിനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 8 വെട്ടി കളയാൻ പറ്റും അല്ലേ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ r³ ഇൻറ്റു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് s റൈസ് ടു -1/2 s റൈസ് ടു -1/2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും s റൈസ് ടു 1/2 -1 എന്ന് കൊടുക്കാൻ പറ്റും. -1/2 1/2 -1 കാരണം എനിക്ക് ട്രൈക്ലെക്സ് ഇന്റഗ്രലിന്റെ ഫോമിൽ ആക്കാൻ വേണ്ടിയിട്ട് എക്സ് റൈസ് ടു l-1 എന്നാണ്. അതേപോലെ y റൈസ് ടു m-1 എന്നാണ്. അപ്പോൾ ആ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് എക്സ് റൈസ് ടു -1/2 എസ് റൈസ് ടു 1/2 -1 എന്ന് എഴുതി ഇൻറ്റു ടി റൈസ് ടു 1/2 -1 ഇൻറ്റു u റൈസ് ടു 1/2 -1 ds dt du എന്ന് കിട്ടും. ഇതിപ്പോൾ പക്ക നമ്മൾ എന്ത് ഫോമായി നമ്മുടെ ട്രൈക്ലെക്സ് ഇന്റഗ്രലിന്റെ തീരത്തിന്റെ ഫോമായി. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും എന്ന് പറയുന്നത് ഇവിടെ L എന്നുള്ള 1/2 ആണ്, M എന്നുള്ള 1/2 ആണ്, N എന്നുള്ള 1/2 ആണ് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും r³ ഇൻറ്റു ഗാമ n ഗാമ L ഇൻറ്റു ഗാമ L ഇൻറ്റു ഗാമ N ഇൻറ്റു ഗാമ M ഡിവൈഡഡ് ബൈ ഗാമ L പ്ലസ് M പ്ലസ് N പ്ലസ് 1 എന്നാണ് അല്ലേ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക ഗാമ n ഗാമ 1/2 ഇൻറ്റു ഗാമ M ഗാമ n എന്ന് പറയുമ്പോൾ ഗാമ 1/2 ഇൻറ്റു ഗാമ n. അപ്പോൾ എന്ത് കിട്ടും ഗാമ 1/2 അതും ഗാമ 1/2 എന്ന് കിട്ടും. L M N മൂന്നും 1/2 ആണ്. അപ്പോൾ ഗാമ 1/2 ഇൻറ്റു ഗാമ 1/2 ഗാമ 1/2 എന്ന് പറയും ഡിവൈഡഡ് ബൈ ഗാമ 1/2 പ്ലസ് 1/2 പ്ലസ് 1/2 പ്ലസ് 1 എന്ന് കിട്ടും. ഗാമ L പ്ലസ് M പ്ലസ് N പ്ലസ് 1 എന്നാണ് അല്ലേ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും r³ ഇൻറ്റു ഗാമ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് √π ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് √π ഇൻറ്റു അടുത്ത ഗാമ 1/2 എന്ന് പറയുമ്പോൾ കിട്ടും അതും √π ആണ്. ഇതും എന്ത് കിട്ടും √π എന്ന് കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ ഗാമ 1/2 പ്ലസ് 1/2 പ്ലസ് 1/2 3/2 പ്ലസ് 1 5/2 എന്ന് കിട്ടും അല്ലേ. 5/2 വിച്ച് ഇസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണോ r³ എഴുതിയെടുക്കണം. r³ ഇൻറ്റു π ഇൻറ്റു π √π ഇൻറ്റു √π ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു ഒരു √π ബാക്കിയുണ്ട് അല്ലേ. √π ഡിവൈഡഡ് ബൈ ഗാമ 1/2 എന്ന് കിട്ടും. ഗാമ 5/2 എന്ത് ഗാമ 5/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമ 5/2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഗാമ 3/2 പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ വരിക 3/2 ഇൻറ്റു ഗാമ 3/2 എന്ന് വീണ്ടും കിട്ടും. ഈ ഗാമ 3/2 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക 1/2 പ്ലസ് ഗാമ എന്ന് കിട്ടും. 1/2 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ ബാക്കി എന്താ വരിക 3/2 ഇൻറ്റു 1/2 ഇൻറ്റു ഗാമ 1/2 എന്ന് കിട്ടും അല്ലേ. അത് ഞാനിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും നോക്കിയേ r³ ഇൻറ്റു π ഇൻറ്റു √π ഡിവൈഡഡ് ബൈ 3/2 ഇൻറ്റു 1/2 ഇൻറ്റു എന്ത് കിട്ടും ഗാമ π എന്ന് കിട്ടും അല്ല ഗാമ 1/2 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ഈ ഗാമ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് √π എന്നാണ്. ഇനി 3/2 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ 3/4 എന്ന് കിട്ടും. ആ 3/4 4 മേലെ പോകുമ്പോൾ എന്ത് കിട്ടും 4r³ π ഇൻറ്റു √π ഡിവൈഡഡ് ബൈ എന്താ കിട്ടുക 3 ഇൻറ്റു ഗാമ 1/2 ഗാമ 1/2 എന്ന് പറയുമ്പോൾ കിട്ടും √π എന്ന് കിട്ടും അല്ലേ. ഈ √π വെട്ടി കളഞ്ഞാൽ ബാക്കി എന്താ കിട്ടുക 4/3 πr³ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല നമ്മൾ 4/3 ഇൻറ്റു π ഇൻറ്റു r³. ഇതാണ് എന്തെന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ജനറൽ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ ഈസിയാണ് വളരെ ഈസിയിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഡ്രൈക്ലെസ് തിയറം വെച്ചിട്ട് നമ്മളത് ചെയ്തെടുത്തത്. ഇതാണ് ഡ്രൈക്ലെസ് തിയറത്തിൻ്റെ ഉപയോഗം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടൈപ്പിലുള്ളതായ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡ്രൈക്ലെസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ളതായ റിഗറസ് ഇൻ്റഗ്രേഷനെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത.